ഹലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ത്യ ചരിത്രത്തിലെ സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ കണ്ടിട്ട് വരിക കേട്ടോ. അപ്പം ഇന്ന് 3 ക്ലാസ്സായിട്ടായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ തന്നെ മുഴുവനായിട്ടുണ്ടാവില്ല. അപ്പം 3 ക്ലാസ്സായിട്ടായിരിക്കും ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. സൈക്കോളജി ഒരു ക്ലാസ്സായിട്ടും ബാക്കി സയൻസ് ഭാഗം ഒരു ക്ലാസ്സും അതുപോലെ തന്നെ സോഷ്യൽ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ 3 ക്ലാസ്സായിട്ടായിരിക്കും. അപ്പം സോഷ്യലിൽ തന്നെ നമ്മൾ മലയാളവും ഇംഗ്ലീഷും ആ ഒരു ക്ലാസ്സിലായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കാം. ഇനി കൽപ്പന 1 എന്ന പേര് നൽകിയത് ഏതാണ് വർഷം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2003 ഫെബ്രുവരി 5-നാണ് അല്ലേ. കൽപ്പന ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളാണ് കേട്ടോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ. അപ്പം അതിൽ കൽപ്പന 1 എന്ന പേര് നൽകിയത് 2003 ഫെബ്രുവരി 5-ആണ്. കൽപ്പന 1-ൻ്റെ വിക്ഷേപണ വാഹനം വരുന്നത് PSLV C4 ആണ്. കൽപ്പന 1-ൻ്റെ വിക്ഷേപണ വാഹനം PSLV C4 ആണ്. ഇന്ത്യൻ വംശജനായ വനിതാ ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയോടുള്ള ആദരസൂചകമായി മെറ്റ്സാറ്റിന് കൽപ്പന 1 എന്ന നാമകരണം ചെയ്തത് AB വാജ്പേയി ആണ്. AB വാജ്പേയി ആണ് കൽപ്പന 1 എന്ന പേര് ഏതിനാണ് കൊടുത്തത്? മെറ്റ്സാറ്റിനാണ്. മെറ്റ്സാറ്റിന് കൽപ്പന 1 എന്ന പേര് നാമകരണം ചെയ്തത് AB വാജ്പേയി ആണ്. ഇന്ത്യയുടെ ആദ്യ GSAT സീരീസ് ഉപഗ്രഹമായ GSAT-1 വിക്ഷേപിച്ചത് 2001 ഏപ്രിൽ 18-നാണ്. പരാജയമായിരുന്നു. GSAT-9 വിക്ഷേപിച്ചത് 2017 മെയ് 5-നായിരുന്നു. ഇന്ത്യ 2015 വിക്ഷേപിച്ച 25ാമത് വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-6. GSAT-6 ആണ് 2015 ഇന്ത്യ വിക്ഷേപിച്ച് 25ാമത് വാർത്താവിനിമയ ഉപഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ 2015 25-ഉമാണ് അല്ലേ. GSAT-6 ആണെന്ന് ഓർത്തു വെക്കുക. ഇനി ആദിത്യ L1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള കൊറോണയുടെ വിശദാംശങ്ങൾ പഠിക്കുന്നതിനായിട്ട് ISRO രൂപകൽപ്പന ചെയ്യുന്ന സൂര്യപര്യവേഷണ ഉപഗ്രഹമാണ് ആദിത്യ L1. എന്താണ് ആ ഒരു എന്തിൻ്റെ ആവശ്യമാണ്? അപ്പോൾ സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള കൊറോണയുടെ വിശദാംശങ്ങൾ പഠിക്കുന്നതിനായിട്ടാണ് കേട്ടോ. അപ്പം അതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നോക്കാം. ആദിത്യയുടെ സുപ്രധാന ലക്ഷ്യം എന്താണ്? സൗരബാഹ്യാവരണമായ കൊറോണ ചൂടാകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം വരുന്നത്. 400 കിലോഗ്രാം ഭാരമുള്ള ആദിത്യയെ ഭൂമിയുടെ 800 കിലോമീറ്റർ ഉയരമുള്ള പ്രദക്ഷിണപഥത്തിൽ ഉയർത്തി സ്ഥാപിക്കുവാൻ ആണ് ഉദ്ദേശിക്കുന്നത്. 400 കിലോഗ്രാം ഭാരമുള്ള ആദിത്യയെ ഭൂമിയുടെ 800 കിലോമീറ്റർ ഉയരത്തിൽ പ്രദക്ഷിണപഥത്തിൽ ഉയർത്തി സ്ഥാപിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആദിത്യയെ വിക്ഷേപിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിക്ഷേപണ വാഹനമാണ് PSLV XL ആണ്. ഇനി PSLVയുടെ 50ാമത് ദൗത്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് PSLV C48 ആണ് കേട്ടോ. PSLV C48 ആണ് 50ാമത്തെ ദൗത്യം. 2020 നവംബറിൽ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? EOS 1 ആണ്. EOS 1 ആണ് 2020 നവംബറിൽ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. അപ്പം EOS എന്ന് പറയുമ്പോൾ തന്നെ അതിൽ E ഉണ്ട് അല്ലേ. E എന്ന് പറഞ്ഞാൽ എർത്ത്, ഭൗമ നിരീക്ഷണ ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. അപ്പം എന്താണ് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് അല്ലേ. 2020 നവംബറിലാണ് വിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇനി 2021 ഓഗസ്റ്റിൽ ക്രയോജനിക് സ്റ്റേജിലെ തകരാർ മൂലം പരാജയപ്പെട്ട ISRO മിഷനാണ് EOS 03 മിഷന്. വിക്ഷേപണ വാഹനം PSLV F10 ആയിരുന്നു. ഇനി EOS 4-നെ കുറിച്ചിട്ട് പറയാനുള്ളത് 2022 ഫെബ്രുവരിയിൽ 14-ന് ശ്രീഹരിക്കോട്ട കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും വിക്ഷേപിച്ചു. PSLV C52 ആണ് വിക്ഷേപണ വാഹനം. 52 ആണ് വിക്ഷേപണ വാഹനം. പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് ISRO നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് GSAT-7. വിക്ഷേപിച്ചത് 2013 ഓഗസ്റ്റ് 30. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് EduSat ആണ്. EduSat വിക്ഷേപിച്ചിട്ടുള്ളത് 2004 സെപ്റ്റംബർ 20-നാണ്. 2004 സെപ്റ്റംബർ 20-നാണ് EduSat വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയെ കൂടാതെ പ്രതിരോധ ഉപഗ്രഹം സ്വന്തമായിട്ടുള്ള രാജ്യങ്ങളാണ് റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, ചൈന. EduSat എന്നറിയപ്പെടുന്നത് GSAT
3 ഉപഗ്രഹമാണ്. എജുസാറ്റ് വിക്ഷേപണ വാഹനം GSLV F01 ആണ്. എജുസാറ്റ് വിക്ഷേപിച്ച സ്ഥലം ശ്രീഹരിക്കോട്ടയാണ്. എജുസാറ്റ് വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G മാധവൻ നായരായിരുന്നു. എജുസാറ്റ് വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G മാധവൻ നായരാണ്. ഉപഗ്രഹങ്ങളും ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് സീരീസ് ഉപഗ്രഹങ്ങൾ. അപ്പം ഭൂപടത്തെക്കുറിച്ച് പഠിക്കുന്ന ഇതാണല്ലോ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ കാർട്ടോസാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് സീരീസ് ഉപഗ്രഹങ്ങൾ. ഉപഗ്രഹാധിഷ്ഠിത അമച്വർ റേഡിയോ സേവനങ്ങൾ നൽകുന്നതിനായിട്ട് കാർട്ടോസാറ്റ് 1 വിക്ഷേപിച്ച ചെറു ഉപഗ്രഹമാണ് ആംസാറ്റ്. ഇനി ഭ്രമണപഥത്തിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് SRE-1. 2007 ജനുവരി 10 സ്പേസ് റിക്കവറി എക്സ്പെരിമെൻറ്റ് 1. ഇനി SRE-1 വിക്ഷേപിച്ച വാഹനം PSLV C7 കാലാവസ്ഥാ നിരീക്ഷണത്തിന് പുറമെ അന്തരീക്ഷ താപനില, സാന്ദ്രത, മേഘങ്ങൾ, ഓസോൺ പാളിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DR. ഇനി ഇൻസാറ്റ് 3DR ഭാരം എന്ന് പറയുന്നത് 2211 കിലോഗ്രാമാണ്. വിക്ഷേപണ വാഹനം GSLV F05 ആണ്. ഇൻസാറ്റ് 3DR ഭ്രമണ കാലാവധി എന്ന് പറയുന്നത് 10 വർഷമാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് റിസാറ്റ് 1. ISROയുടെ 40ാമത് വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT 31. വിക്ഷേപണ വാഹനം ഏരിയനാണ് 5AVA 247. വിക്ഷേപണ സ്ഥലം കൗറു, ഫ്രഞ്ച് ഗയാന. ഇന്ത്യയിലെ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT 29. GSAT 29ൻ്റെ ഭാരം 3423 kg ആണ്. GSAT 29 വിക്ഷേപിച്ചത് 2018 നവംബർ 14. GSAT 29ൻ്റെ വിക്ഷേപണ വാഹനം GSLV MK111D2 ആണ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് GSAT 19. മറ്റൊരു രാജ്യത്തിന് വേണ്ടി ഇന്ത്യ ഭ്രമണപഥത്തിലെത്തിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് സപ്പോർട്ട് 7. 2019 മെയ് 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹമാണ് റിസാറ്റ് 2B. ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് അണ്ണാ യൂണിവേഴ്സിറ്റി, തമിഴ്നാട്. ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റി അണ്ണാ യൂണിവേഴ്സിറ്റി, തമിഴ്നാട്. റിസാറ്റ് 2വിനോടൊപ്പം വിക്ഷേപിച്ച അണ്ണാ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹമാണ് അനൂസാറ്റ്. അണ്ണാ യൂണിവേഴ്സിറ്റി ആണല്ലോ, അപ്പോൾ അനൂസാറ്റ് ആണ്. അണ്ണ എന്ന് പറയുമ്പം വരുന്നുണ്ട് അണ്ണാ യൂണിവേഴ്സിറ്റി, അപ്പോൾ അനൂസാറ്റ് എന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയുടെ അത്യാധുനിക റിമോട്ട് സെൻസിങ് ഉപഗ്രഹമാണ് റിസോസാറ്റ്. അപ്പം ഇത്രയും ഒന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പിന്നെയും വായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. IRSP 6 എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണ് റിസോസാറ്റ് 1. റിസോസാറ്റ് 2 വിക്ഷേപിച്ച വർഷം 2011 ഏപ്രിൽ 20. റിസോസാറ്റ് 2വിനോടൊപ്പം വിക്ഷേപിച്ച ഇൻഡോ റഷ്യൻ ചെറു ഉപഗ്രഹമാണ് യൂത്ത് സാറ്റ്. 2016 ഡിസംബർ 7 ഇന്ത്യ വിക്ഷേപിച്ച റിമോട്ട് സെൻസിങ് ഉപഗ്രഹമാണ് റിസോസാറ്റ് 2A. റിസോസാറ്റ് 2A ഭ്രമണപഥത്തിൽ എത്തിച്ച വിക്ഷേപണ വാഹനം PSLV C36 ആണ്. ഇനി കറൻറ്റ് ഫാക്റ്റാണ് കുറച്ച് പഠിക്കാനുള്ളത്. അപ്പം അതിൽ 2022 ഗ്ലോണാസ് K എന്ന നാവിഗേഷൻ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ്. 2022 ഒക്ടോബറിൽ 36 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ഏറ്റവും വലിയ റോക്കറ്റാണ് LVM-3 ആണ്. LVM-3 ആണ് 2022 ഒക്ടോബറിൽ 36 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ഏറ്റവും വലിയ റോക്കറ്റ്. 2022 പ്രപഞ്ചത്തിലെ ആദ്യ നക്ഷത്രങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും സൂചന നൽകിയ ഇന്ത്യയുടെ റേഡിയോ ടെലിസ്കോപ്പാണ് സരസ് 3. ഇനി ഇന്ത്യയിലെ സ്വകാര്യമായിട്ട് വികസിപ്പിച്ച ആദ്യ റോക്കറ്റാണ് വിക്രം S. വിക്രം S ആണ് ഇന്ത്യയിൽ സ്വകാര്യമായി വികസിപ്പിച്ച ആദ്യ റോക്കറ്റ്. തോൽവി അറിയാതെ തുടർച്ചയായി 200ാം വിക്ഷേപണം നടത്തിയ ISROയുടെ റോക്കറ്റാണ് രോഹിണി 200.
2022 നവംബർ 26-ന് 9 ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ISROയുടെ ദൗത്യമാണ് PSLV C-54. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ സ്പേസ് വെഹിക്കിൾ ലോഞ്ച് പാഡ് നിലവിൽ വന്നത് ശ്രീഹരിക്കോട്ടയാണ്. ISROയുമായി ചേർന്ന് സ്പേസ് ടെക്നോളജി സെല്ല് സ്ഥാപിച്ച സ്ഥാപനം IIT ഡൽഹിയാണ്. ISROയുടെ മൂന്നാമത് റോക്കറ്റ് ലോഞ്ച് പാഡ് നിലവിൽ വരുന്നത് കുലശേഖരപട്ടണമാണ്, തൂത്തുക്കുടി, തമിഴ്നാട്. ISROയുടെ രണ്ടാമത് സ്പേസ് പോർട്ട് നിലവിൽ വരുന്നത് കുലശേഖരപട്ടണം, തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യ സ്പേസ് ടെക് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ISROയുടെ ആസ്ട്രോണട്ട് ട്രെയിനിങ് ഹബ്ബ് നിലവിൽ വരുന്നത് ചല്ലക്കര, ബാംഗ്ലൂർ. ISROയുടെ സഹകരണത്തോടെ ഇന്ത്യയിൽ സ്പേസ് ഇൻക്യുബേഷൻ സെൻറ്റർ നിലവിൽ വരുന്നത് യൂണിവേഴ്സിറ്റി വീർ സുരേന്ദ്ര സായ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ഒഡീഷയാണ്. ISROയുടെ സ്പേസ് സിറ്റുവേഷണൽ അവെയർനെസ് കൺട്രോൾ സെൻറ്റർ നിലവിൽ വന്ന നഗരം ബാംഗ്ലൂരാണ്. ISROയുടെ ടെക്നിക്കൽ ലൈസൺ യൂണിറ്റ് നിലവിൽ വരുന്ന രാജ്യം റഷ്യയാണ്, മോസ്കോ. ഇന്ത്യയിലെ ആദ്യ ഇൻ ഓർബിറ്റ് സ്പേസ് ഡെബ്രിസ് മോണിറ്ററിംഗ് ആൻഡ് ഹാക്കിംഗ് സിസ്റ്റം വികസിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഡിഗൻതാര റിസർച്ച് ആൻഡ് ടെക്നോളജി. ഇനി വിക്രം സാരാഭായ് ചിൽഡ്രൻസ് ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്താണ്. വിക്രം സാരാഭായ് ചിൽഡ്രൻ ഇന്നൊവേഷൻ സെൻറ്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ISROയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ റീജിയണൽ അക്കാദമിക് സെൻറ്റർ ഫോർ സ്പേസ് നിലവിൽ വരുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ISROയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേന്ദ്രമാണ് ഇൻസ്പേസ്. ISROയുടെ നാവിക് സാങ്കേതിക വിദ്യ സ്മാർട്ട് ഫോണുകളിൽ അവതരിപ്പിക്കുന്ന ചൈനീസ് കമ്പനിയാണ് സിയോമി. 2022 സെപ്റ്റംബറിൽ മൈക്രോ പ്രോസസർ നിയന്ത്രിത സ്മാർട്ട് ലിംസ് വികസിപ്പിച്ചത് ISRO ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നുള്ള ഭാഗത്തു നിന്ന് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി നമുക്ക് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിലെ രാഷ്ട്രപതിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം അതിൽ രാഷ്ട്രപതിയുടെ അധികാരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പം അതിൽ അടുത്തതായിട്ട് വരുന്നത് ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ. അന്താരാഷ്ട്ര ഉടമ്പടികൾ എല്ലാം നടത്തുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്. എന്നാൽ അവയ്ക്ക് അംഗീകാരം നൽകുന്നത് പാർലമെൻറ്റാണ്. അന്താരാഷ്ട്ര ഉടമ്പടികൾ എല്ലാം നടത്തുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്. എന്നാൽ അവയ്ക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? പാർലമെൻറ്റാണ്. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നതും വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാർ, ഹൈക്കമ്മീഷണർമാർ എന്നിവരെ അയക്കുന്നതും രാഷ്ട്രപതിയാണ്. ഇനി മിലിറ്ററി അധികാരമാണ് രാഷ്ട്രപതിയുടെ മിലിറ്ററി അധികാരം. ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വസൈന്യാധിപനാണ് രാഷ്ട്രപതി. കരസേന, വ്യോമസേന, നാവികസേന എന്നിവയുടെ തലവന്മാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓർഡിനൻസ് നോക്കാം. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളോ ഏതെങ്കിലും ഒരു സഭയോ സമ്മേളിക്കാതെ അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്? 123 ആണ് കേട്ടോ. 123 അനുച്ഛേദം 123 പ്രകാരമാണ് ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 123 എന്ന് പറയുമ്പം ഓർഡർ ആയിട്ടാണല്ലോ അല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പോൾ സംഖ്യകൾ 1, 2, 3 അങ്ങനെ ഓർഡർ ആയിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഓർഡിനൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ആയിട്ട് പറഞ്ഞിട്ടുള്ള 123 ആണ് അനുച്ഛേദം എന്ന് ഓർത്ത് വെക്കുക. ഒരു ഓർഡിനൻസിൻ്റെ സാധാരണ കാലാവധി 6 മാസമാണ്. എത്രയാണ്? 6 മാസമാണ്. പാർലമെൻറ്റ് പരിഗണിക്കാത്ത ഒരു ഓർഡിനൻസിൻ്റെ പരമാവധി കാലാവധി 6 മാസവും 6 ആഴ്ചയുമാണ്. അപ്പം 6 മാസം ഓർത്തു വെക്കുക. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള പ്രസിഡൻ്റ് ആരാന്ന് ചോദിച്ചാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അപ്പോൾ ഓർഡിനൻസിൽ എന്തുണ്ട്? 6 എന്ന് പറയുമ്പം അതൊരു 6 എന്ന് പറയുന്നത് പോലെയാണല്ലോ. അപ്പോൾ 6 മാസവും 6 ആഴ്ചയും 6 മാസം എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇനി വീറ്റോ അധികാരങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൽ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 111 രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എന്ന് പറയുന്നത് 111.
4 തരത്തിലുള്ള വീറ്റോ അധികാരങ്ങളാണുള്ളത്. അബ്സല്യൂട്ട് വീറ്റോ, പോക്കറ്റ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, ക്വാളിഫൈഡ് വീറ്റോ. പോക്കറ്റ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, അബ്സല്യൂട്ട് വീറ്റോ എന്നിവ അടങ്ങിയതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത് പാർലമെൻറ്റ് പാസാക്കിയ ഒരു ബില്ലിൽ ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് വീറ്റോ എന്താണ്? പാർലമെൻറ്റ് പാസാക്കിയിട്ടുള്ള ഒരു ബില്ലിൽ ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഇനി പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നേരത്തെ, ഒരു ബില്ലിൽ ഒപ്പിടാതെ അനിശ്ചിതകാലത്തേക്ക് കൈവശം വയ്ക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ. അപ്പോൾ പാർലമെൻറ്റ് ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞിട്ട് അതിൽ ഫസ്റ്റ് തവണ രാഷ്ട്രപതിക്ക് അയക്കുമ്പം അതിൽ ഒപ്പിടാതിരിക്കാൻ രാഷ്ട്രപതിക്ക് പറ്റും. അത് അബ്സല്യൂട്ട് വീറ്റോയിൽ വരുന്നതാണ്. എന്നാൽ പിന്നീട് രണ്ടാമത്തെ തവണയും ബില്ല് പാസ്സാക്കി പാർലമെൻറ്റിൽ നിന്ന് അയക്കുമ്പം രാഷ്ട്രപതിക്ക് അതിൽ ഒപ്പിടാതിരിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ ആ പറ്റാതിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിക്ക് അത് കുറേ കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ തന്നെ വെക്കാൻ പറ്റും. അപ്പം ആ ഒരു ബില്ലാണ്, ആ ഒരു അധികാരമാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ അത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഗ്യാനി സെയിൽ സിംഗ് ആണ്. അപ്പം ഗ്യാനി സെയിൽ സിംഗ് ആണ് ആദ്യമായിട്ട് പോക്കറ്റ് വീറ്റോ എന്ന ആ ഒരു അധികാരം, രാഷ്ട്രപതിയുടെ അധികാരം ഉപയോഗിച്ചിട്ടുള്ളത്. 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി പോക്കറ്റ് വീറ്റോ കേട്ടോ. അപ്പം ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഇനി സസ്പെൻസീവ് വീറ്റോ ആണ്. ഒരു ബില്ല് പാർലമെൻറ്റിൻ്റെ പുനഃപരിശോധനയ്ക്കായിട്ട് രാഷ്ട്രപതി അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വീറ്റോ അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ക്വാളിഫൈഡ് വീറ്റോ ആണ്. പാർലമെൻറ്റ് പാസ്സാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ച ബില്ലിൽ രാഷ്ട്രപതി ക്വാളിഫൈഡ് വീറ്റോ പ്രയോഗിച്ചാൽ അത്തരം വീറ്റോ മറികടക്കണമെങ്കിൽ ആ ബില്ലിൽ ആദ്യം പാസ്സാക്കിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വീണ്ടും പാസ്സാക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വാളിഫൈഡ് വീറ്റോ അദ്ദേഹം ആ അധികാരം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബില്ലെന്ന് പറയുന്നത് ആദ്യം പാസ്സാക്കിയതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വീണ്ടും പാസ്സാക്കിയിട്ട് അയക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കലാണ്. അതിൻ്റെ അനുച്ഛേദം എന്ന് പറയുന്നത് 352, 360 ആണ് അല്ലേ. അപ്പോൾ ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് അടിയന്തരാവസ്ഥകളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് അടിയന്തരാവസ്ഥകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 8ൻ്റെ പണി കിട്ടുന്ന സംഭവമാണല്ലോ. അപ്പോൾ 18 ഓർത്ത് വെക്കുക. എന്നിട്ട് അതിൽ എത്രയാണ്? 8 വരെയാണ് അല്ലേ. അപ്പോൾ എന്താണ്? 352 മുതൽ 360 വരെയാണ്. അപ്പോൾ അതിലും 8 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 18 8 ഉണ്ട്. 352 മുതൽ 360 വരെയാണെന്ന് ഓർത്ത് വെക്കുക. ഇനി അടിയന്തരാവസ്ഥ എന്ന ആശയം ആദ്യം കടമെടുത്തത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് എന്ത് കടമെടുത്തിട്ടുള്ളത്? അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ജർമ്മൻ ഭരണഘടനയാണ്. വെയ്മർ ഭരണഘടനയിൽ നിന്നാണ് എന്ത് കടമെടുത്തിട്ടുള്ളത്? അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്ന ആശയം. ഇനി 3 തരം അടിയന്തരാവസ്ഥകളെ കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ ഉണ്ട് അല്ലേ. ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ 352 അത് ദേശീയ അടിയന്തരാവസ്ഥയാണ്. എന്നാൽ സംസ്ഥാന അടിയന്തരാവസ്ഥ 356 അനുച്ഛേദം 356 ആണെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെങ്കിൽ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഈ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളും പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. അനുച്ഛേദം 352 അനുസരിച്ചിട്ട് ഈ അടുത്തായിട്ട് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യം ഏതാണെന്നൊരു കറണ്ട് അഫെയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അത് ഏതാണ് രാജ്യം എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അനുച്ഛേദം 352 അനുസരിച്ചിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ യുദ്ധം, വിദേശാക്രമണം, സായുധ കലാപം. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്
352 അനുസരിച്ചിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ലിഖിത രൂപത്തിലുള്ള ഉപദേശപ്രകാരം മാത്രമാണ്. യുദ്ധം, വിദേശ ആക്രമണം എന്നിവയുടെ ഏതെങ്കിലും കാരണത്താൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമേ അനുച്ഛേദം 358 അനുസരിച്ച് അനുച്ഛേദം 19 റദ്ദു ചെയ്യപ്പെടുകയുള്ളൂ. അതിനായിട്ട് രാഷ്ട്രപതിയുടെ പ്രത്യേക ഉത്തരവ് ആവശ്യമില്ല. ദേശീയ അടിയന്തരാവസ്ഥ അപ്പം 19 നമ്മളുടെ അനുച്ഛേദം 19 റദ്ദ് ചെയ്യപ്പെടാനുള്ള അടിയന്തരാവസ്ഥയുടെ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 358 ആണ് കേട്ടോ. 358. ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ അനുച്ഛേദം 20, 21 ഒഴികെയുള്ള എല്ലാ മൗലികാവകാശങ്ങളും അനുച്ഛേദം 359 അനുസരിച്ച് റദ്ദു ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ഇനി ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥയാണ്. പ്രസിഡന്റ് ആയിരുന്നത് ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു അല്ലേ? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. പ്രധാനമന്ത്രിയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോനാണ്. അപ്പം വി കെ കൃഷ്ണമേനോനായിരുന്നു പ്രതിരോധ മന്ത്രിയായിരുന്നത്. ഇനി രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് പ്രസിഡന്റ് വി ഗിരി ആയിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രതിരോധ മന്ത്രിയാണെങ്കിൽ ജഗജീവൻ റാമാണ് അല്ലേ? ജഗജീവൻ റാമാണ് പ്രതിരോധ മന്ത്രിയായിരുന്നിരുന്നത്. ഇനി മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് പ്രസിഡന്റ് ആയിരുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രതിരോധ മന്ത്രി സർദാർ സരൺ സിംഗും ആയിരുന്നു പ്രതിരോധ മന്ത്രി ആയിരുന്നത്. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അനുച്ഛേദം 356 വരുന്നത്. കേന്ദ്രം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുത്തുകയോ വിസമ്മതിക്കുകയോ ചെയ്താൽ അത് അനുച്ഛേദം 365 വരുന്നതാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു കക്ഷിക്കും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയും ഗവൺമെൻറ് രൂപീകരിക്കുവാൻ ആർക്കും സാധിക്കാതെ വരികയും ചെയ്താൽ, പിന്നെ അടുത്തതായിട്ട് നിലവിലുള്ള മന്ത്രിസഭ ന്യൂനപക്ഷമാവുകയും പുതിയൊരു ഗവൺമെൻറ് രൂപീകരിക്കാൻ ആർക്കും സാധിക്കാതെ വരികയും ചെയ്താൽ പ്രസ്തുത സംസ്ഥാനത്ത് ഭരണഘടന പ്രതിസന്ധി ഉള്ളതായിട്ട് കരുതി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താവുന്നതാണ്. ഇനി രാഷ്ട്രപതി ഭരണം ആദ്യം എന്നുള്ളത് നോക്കാം. ഇന്ത്യയിലെ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിന്ധ്യ പ്രദേശമാണ്. നിലവിൽ ഉത്തർപ്രദേശിലെ ചില ഭാഗങ്ങളും മധ്യപ്രദേശിലെ ചില ഭാഗങ്ങളും ചേർന്ന പ്രദേശമാണ്. ഭരണഘടന നിലവിൽ വന്ന ശേഷം രാഷ്ട്രപതി ഭരണം ആദ്യമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ്. 1951 ജൂണിലാണ്. എന്നാൽ ഭരണഘടനയുടെ അനുച്ഛേദം 356 ഉപയോഗിച്ചിട്ട് സഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ സ്വന്തം കേരളമാണ് അല്ലേ? കേരളമാണ്. 1959 ജൂലൈ 31 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മണിപ്പൂരാണ്. മണിപ്പൂർ 10 തവണയാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലായിരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ്. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലായിരുന്നത് ജമ്മു കാശ്മീരാണ്. 6 വർഷവും 264 ദിവസവുമാണ്. 1990 മുതൽ 96 വരെ. ഇനി രാഷ്ട്രപതി ഭരണം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ലാത്ത സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡും തെലുങ്കാനയുമാണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് നോക്കാം. രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇംപീച്ച്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുവാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനമാണ്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 61. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷമാണ് രാജ്യസഭയിലോ ലോകസഭയിലോ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. ഇന്ത്യയിലെ ഇതുവരെ ഒരു രാഷ്ട്രപതിയെയും ഇംപീച്ച്മെന്റിന് വിധേയമാക്കിയിട്ടില്ല. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ എത്ര കാലത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം? 6 മാസത്തിനുള്ളിലാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിലാണെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഇനി രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്.
രാഷ്ട്രപതിയുടെ, ഉപരാഷ്ട്രപതിയുടെയും സുപ്രീം കോടതിയുടെയും ചീഫ് ജസ്റ്റിസിൻ്റെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജിയാണ്. രാഷ്ട്രപതിയിലെ ചുമതല വഹിച്ച ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള. ഇനി നമ്മൾ സിംഗുലറും പ്ലൂരലും ആണ് കേട്ടോ. ഇംഗ്ലീഷിൽ സിംഗുലർ പ്ലൂരലും ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം അതിൽ സിംഗുലർ പ്ലൂരലും ഏകദേശം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും അതിൽ പ്രത്യേകിച്ച് ചില വേർഡുകളുണ്ട്. അപ്പം അത് നമുക്കൊന്ന് പഠിച്ചിട്ട് പോകാം. അപ്പം അതിൽ ബോയ്സ് ആണ് അല്ലേ, ബോയ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ബുക്കാണെങ്കിൽ ബുക്സ് ആണ് അല്ലേ, ബുക്കാണെങ്കിൽ ബുക്സ് ആണ്. ഗേൾ ആണെങ്കിൽ ഗേൾസ് ആണ്. പെന്ന് പെൻസ്, ഡെസ്ക്സ് അല്ലേ. കൗസ്, ക്ലാസസ്. ഡിഷ് ആണെങ്കിൽ ഡിഷസ് ആണ്. ബ്രഷസ്. മാച്ചസ്. വാച്ചസ്. ബ്രാഞ്ചസ്. ബോക്സസ്. ടാക്സസ്. കിസ്സസ്. ഹീറോസ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഹീറോസ്. ബഫാലോസ്. പൊറ്റാറ്റോസ്. മാംഗോസ്. കാർഗോസ്. ഇനി വോൾക്കാനോസ്. നീഗ്രോസ്. ഇക്കോസ്. ഡൈനാമോസ്. ഫോട്ടോസ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. തെറ്റിച്ചിട്ട് പല രീതിയിലും എഴുതി തരും. അപ്പോൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കണേ. കമാൻഡോസ്. പിയാനോസ്. റേഷ്യോസ്. ലോഗോസ്. ബേബീസ് അല്ലേ, ബേബീസ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ബേബീസ്. സിറ്റീസ്. അതുപോലെ ലേഡീസ്. ആർമീസ്. സ്റ്റോറീസ്. ഇനി പോണി ആണെങ്കിൽ പോനീസ്. ഇനി മങ്കീസ്. ഡോങ്കീസ്. വൈഫ്സ് എന്നാണ് അല്ലേ, വൈഫ്സ് എന്നാണ് പറയുന്നത്. തീഫ് ആണെങ്കിൽ തീവ്സ് എന്നാണ്. ഹാഫ് ആണെങ്കിൽ ഹാഫ്സ് എന്നാണ്. വോൾഫ് ആണെങ്കിൽ വോൾഫ്സ് ആണ്. കാൾഫ്സ് അല്ലേ, കാൾഫ്സ്. നൈഫ്സ് ആണ്. ലീവ്സ് ആണ്. ലോഫ് ആണെങ്കിൽ ലോവ്സ് ആണ്. എൽഫ് ആണെങ്കിൽ എൽഫ്സ് ആണ്. സെൽഫ് ആണെങ്കിൽ സെൽവ്സ് അല്ലേ, ഷെൽഫ് ആണെങ്കിൽ ഷെൽഫ്സ് തന്നെയാണ്. ഇനി ഡ്വാർഫ് ആണെങ്കിൽ ഡ്വാർഫ്സ്. ഇനി സ്കാർഫ് ആണെങ്കിൽ സ്കാർഫ്സ്. സേഫ് ആണെങ്കിൽ സേഫ്സ്. വാർഫ് ആണെങ്കിൽ വാർഫ്സ്. അതുപോലെ ചീഫ് ആണെങ്കിൽ ചീഫ്സ്. ക്ലിഫ് ആണെങ്കിൽ ക്ലിഫ്സ്. ഹൂഫ്സ് അല്ലെങ്കിൽ ഹൂവ്സ് രണ്ടും പറയും. ഗൾഫ്സ്. പ്രൂഫ്സ്. ഹാൻഡ് കർച്ചീഫ്സ്. മെന്ന് അല്ലേ, മെന്ന്. ഗീസ് ആണ് കേട്ടോ, ഗൂസ് ആണെങ്കിൽ ഗീസ് ആണ്. ലൗസ് ലൈസ് ആണ്. വുമൺ ആണെങ്കിൽ വുമെൻ ആണ് അല്ലേ, വുമൻ. ഇനി മൗസ് ആണെങ്കിൽ മൈസ്. ടൂത്ത് ആണെങ്കിൽ ടീത്ത്. ഫീറ്റ്. ഓക്സൻ ആണ്, ഓക്സൻ. ചൈൽഡ് ചിൽഡ്രൻ. ഇനി നമുക്ക് ഭാഷാപരമാണ് നമ്മൾ മലയാളത്തിൽ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം ഭാഷാപരത്തിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നോക്കാം. ഭാഷാപരത്തിൽ നമ്മൾ ഭാഷാഭേദമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. അപ്പം നോക്കാം. ഒരു ഭാഷയുടെ പ്രാദേശിക ഭേദത്തെയാണ് ഉപഭാഷ അല്ലെങ്കിൽ ഭാഷാഭേദം എന്ന് പറയുന്നത്. ദേശം, മതം, ജാതി, വംശം, സംസ്കാരം, കാലാവസ്ഥ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഭാഷയിലുണ്ടാകുന്ന പദപരവും ഉച്ചാരണപരവുമായിട്ടുള്ള വ്യത്യസ്തതകളാണ് ഭാഷാഭേദങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണം. ഉദാഹരണം നോക്കാം. ഓൻ, അവൻ അല്ലേ. ഓൻ എന്ന് പറയുന്ന അവൻ എന്നാണ്. ചാട്, എറിഞ്ഞു കളയുക. ചാട് എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കളയുക എന്നാണ്. തങ്കരിയം ബക്വ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുക. ബീത്വ എന്ന് പറഞ്ഞാൽ ഒഴിക്കുക. കടച്ചി പശുക്കിടാവ്. കൂളുത്ത് പഴങ്കഞ്ഞി. കിയ ഇറങ്ങുക. കുഞ്ഞി കൂട്ടി. ഓടുത്തു എവിടെ. തിരഞ്ഞ മനസ്സിലായ.
തിരഞ്ഞ മനസ്സിലായ, ബെരുത്തം രോഗം, ബത്താസ് മധുരക്കിഴങ്ങ്, കൊരട്ട മാങ്ങയണ്ടി, ബത്തക്ക തണ്ണിമത്തൻ, ബൈക്കൽ കാട് വെട്ടിത്തെളിക്കൽ, ബ്ലാച്ചൽ തെന്നുന്നത്, ചേരി ചകിരി, പറ്റി പിശുക്കൻ, പറങ്കി മുളക്, മുതിര് നീരുറുമ്പ്, മാച്ചി ചൂല്, ബണ്ണാൻ ചിലന്തി, പൊതിയഴിക്കുക, പൊങ്ങച്ചം പറയുക, ഈച്ചറോളിൻ നാവാടുക, അശ്ലീലം പറയുക, മത്താപ്പ് മന്ദബുദ്ധി, തോട്ടി ഇടുക, കളിയാക്കുക, പാങ്ങില്ല, കഴിവില്ല, ചീള് കേസ്, നിസാര കാര്യം, ബോട്ട് പഴയ ബസ്, ചപ്പട്ട വണ്ടി പഴയ വണ്ടി, ഉമ്പ മൃഗം, എനക്ക് ഇങ്കി, കണ്ടി വരമ്പ്, കണ്ടം പറമ്പ്, വസി പ്ലേറ്റ്, കെനറ്റ് കിണറ്, കറമൂസ പപ്പായ, എടോയി ഇടവഴി, ചെള്ള കവിൾ, എമാന്തരം വലിയ കാര്യമായിപ്പോയി. ഇനി പ്രായോഗിക വ്യാകരണമാണ് നമ്മൾ പഠിക്കുന്നത്. പ്രായോഗിക വ്യാകരണം ഭാഷാ പഠനത്തിൽ അനിവാര്യമായ ഒന്നായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. UP ഹൈസ്കൂൾ തലത്തിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഭാഷാ പഠനവും അതിൻ്റെ ശരിയായ പ്രയോഗവും ഉറപ്പാക്കുക എന്നത് ഭാഷാ അധ്യാപകരുടെ കടമയാണ്. ഒരു ഭാഷയെ ഘടനയെ സംബന്ധിച്ചും അതിനെ പ്രയോഗിക്കേണ്ട രീതിയെ സംബന്ധിച്ചിട്ടുമുള്ള നിയമങ്ങളുടെ ആകെത്തുകയെ വ്യാകരണം എന്ന് വിളിക്കാം. വേദാംഗങ്ങൾ എന്ന പേരിൽ ഭാരതത്തിൽ അറിയപ്പെടുന്ന 6 ശാസ്ത്രങ്ങളിൽ ഒന്നാണ് വ്യാകരണം. വേദാംഗങ്ങൾ എന്ന പേരിൽ ഭാരതത്തിൽ അറിയപ്പെടുന്ന 6 ശാസ്ത്രങ്ങളിൽ ഒന്നാണ് വ്യാകരണം. മലയാള ഭാഷയുടെ വ്യാകരണ നാമങ്ങളെ പല വിഭാഗങ്ങളായിട്ട് തിരിക്കാവുന്നതാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ബന്ധപ്പെട്ടു പോകുന്ന വ്യാകരണ നിയമങ്ങളെ ശാസ്ത്രീയമായി വിശദീകരിക്കുന്ന അതുല്യ ഗ്രന്ഥമാണ് AR രാജരാജവർമ്മയുടെ കേരള പാണിനീയം. ഇനി വർണ്ണമാണ് പഠിക്കുന്നത്. വർണ്ണം നോക്കാം. മലയാളത്തിൽ വർണ്ണവും അക്ഷരവും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ച് കാണുന്നത്. എന്നാൽ ശാസ്ത്രീയമായി ഭാഷാശാസ്ത്രപ്രകാരം ഇത് ശരിയല്ല. കാരണം ഒരു അക്ഷരത്തിന് ഒന്നിലധികം വർണ്ണങ്ങൾ ഉണ്ടാകും. ഉദാഹരണമായിട്ട് ക എന്ന അക്ഷരത്തിന് ക്, ആ എന്നിങ്ങനെ 2 വർണ്ണങ്ങൾ ഉണ്ട്. വർണ്ണങ്ങൾ ചേർന്ന് അക്ഷരങ്ങൾ ഉണ്ടാകുന്നു എന്ന അർത്ഥത്തിൽ വർണ്ണത്തെ ഭാഷയിലെ അടിസ്ഥാന ഘടകമെന്ന് വിശേഷിപ്പിക്കുന്നു. ഭാഷാശാസ്ത്രപ്രകാരം ഭാഷയുടെ അടിസ്ഥാന ഏകകം സ്വനിമമാണ്. അപ്പം ഭാഷയുടെ അടിസ്ഥാന ഏകകം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വനിമമാണ്. സ്വനിമങ്ങൾ ചേർന്ന് രൂപിമവും, സ്വനിമങ്ങൾ ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? രൂപിമം ഉണ്ടാകുന്നു. രൂപിമങ്ങൾ ചേർന്നിട്ട് വാക്യവും, വാക്യങ്ങൾ ചേർന്ന് പാഠവും ഉണ്ടാകുന്നു. വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു ധ്വനിക്ക് വർണ്ണം എന്ന് പേര് പറയാം. വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു ധ്വനിക്ക് വർണ്ണം എന്ന് പേര് പറയാം. ധ്വനി എന്ന് പറഞ്ഞാൽ സ്വനമാണ് കേട്ടോ. ധ്വനി എന്ന് പറഞ്ഞാൽ സ്വനമാണ്. വർണ്ണം എന്ന് പറഞ്ഞാൽ സ്വനിമമാണ്. വർണ്ണം എന്ന് പറഞ്ഞാൽ സ്വനിമമാണ്. അപ്പം ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഏതാണ്? സ്വനം ആണ് അല്ലേ. സ്വനം വന്നു, പിന്നെ സ്വനിമം വന്നു, പിന്നെയാണ് രൂപിമം വരുന്നത്, പിന്നെ അക്ഷരമായിട്ട് മാറുന്നു. ചുരുക്കത്തിൽ ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് വർണ്ണം എന്ന് പറയാം. വർണ്ണങ്ങൾ ചേർന്ന് അക്ഷരവും, അക്ഷരങ്ങൾ ചേർന്നിട്ട് പദവും, പദങ്ങൾ ചേർന്നിട്ട് വാക്യവും ഉണ്ടാകുന്നു. ഇനി അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. ഭാഷാശാസ്ത്ര പ്രകാരം ഉച്ചാരണക്ഷമമായ ഏറ്റവും ചെറിയ ഭാഷാഘടകമാണ് അക്ഷരം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വരമോ സ്വരം ചേർന്ന് വ്യഞ്ജനമോ പൂർണ്ണമായിട്ടുള്ള ഉച്ചാരണമുള്ള വർണ്ണമോ വർണ്ണങ്ങളുടെ കൂട്ടമോ ആണ് അക്ഷരം. അക്ഷരത്തെ 2ആയിട്ട് തിരിക്കാം. സ്വരാക്ഷരങ്ങൾ എന്നും വ്യഞ്ജനാക്ഷരങ്ങൾ എന്നും. സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കാൻ കഴിയുന്ന വർണ്ണമാണ് സ്വരം. ഉദാഹരണം ആ, ആ എന്നുള്ളതാണ്. ഇനി സ്വരങ്ങൾ 13 പ്ലസ് അനുസ്വാരം പ്ലസ് വിസർഗമാണ്. അപ്പം 13 സ്വരങ്ങളാണുള്ളത് അല്ലേ. അനുസ്വാരം വിസർഗം ചേർത്തിട്ട് എത്ര എണ്ണമാണ്? 15 എണ്ണം. ഇനി വ്യഞ്ജനങ്ങളാണെങ്കിൽ 36 എണ്ണമാണ്. ച, ന എന്നിവ ചേർത്തിട്ട് 38 എണ്ണമാണ്. ആകെ അക്ഷരങ്ങൾ എത്ര എണ്ണമാണ്? 51 ചില്ലുകളും സ്വരീകൃത വ്യഞ്ജനങ്ങളും 5. സ്വരീകൃത വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പം ള് അല്ലേ. ആണെങ്കിൽ ന്, ൽ ആണെങ്കിൽ ല്, ആണെങ്കിൽ ണ്, ആണെങ്കിൽ റ്. ഇനി സ്വരത്തിൻ്റെ അക്ഷരത്താൽ മാത്രം ഉച്ചാരണ യോഗ്യമാകുന്ന വ്യഞ്ജനങ്ങളാണ് ക്, ആ അല്ലേ.
ക് പ്ലസ് ആ ചേർന്നിട്ടാണ് ക വരുന്നത്. മലയാള അക്ഷരത്തിലെ സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ എന്നിവയെ 2 വിഭാഗങ്ങളുണ്ട്. സ്വരങ്ങൾ നോക്കാം. സ്വയം ഉച്ചാരണക്ഷമമായിട്ടുള്ള അക്ഷരമാണ് സ്വരം. സ്വരം എന്ന് പറയുന്നത് സ്വയം ഉച്ചാരണക്ഷമമായിട്ടുള്ള അക്ഷരമാണ്. അത് ആ എന്ന് പറഞ്ഞാൽ സ്വയം ഉച്ചാരണക്ഷമമാണ് അല്ലേ. ഉച്ചരിക്കാൻ ആവശ്യമായ സമയത്തെ ആസ്പദമാക്കിയിട്ട് അക്ഷരങ്ങളെ ഹ്രസ്വം, ദീർഘം എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ ഹ്രസ്വത്തിൽ വരുന്നത് അ, ഇ, ഉ, ഋ, എ, ഓ. അപ്പോൾ അത്രയുമാണ്. അത് ചെറിയ ചെറിയ ഹ്രസ്വമായിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അല്ലേ. ഇനി ദീർഘമാണ് ആ, ഇ, ഉ, എ, ഐ, ഓ, ഔ അല്ലേ. അപ്പം അതെന്താണ്, ദീർഘമാണ്. ഇനി ചുട്ടെഴുത്താണ്. ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ, ഇ, എ എന്നീ സ്വരാക്ഷരങ്ങൾ ചുട്ടെഴുത്തുകൾ എന്ന് അറിയപ്പെടുന്നു. ചുട്ടെഴുത്ത് എന്നാൽ ചൂണ്ടി പറയുന്ന എഴുത്ത് എന്നാണ് അർത്ഥമാക്കുന്നത്. ചൂണ്ടി പറയുന്നത്. ഇപ്പം നമ്മൾ എവിടെയെന്ന് ചോദിച്ചാൽ ആ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചൂണ്ടി കാണിക്കുമല്ലോ. അല്ലെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇ. ഇപ്പം എ അങ്ങനെ നമ്മൾ ചോദ്യരൂപത്തിൽ എ ചോദിക്കും. അതുപോലെ ആ അകലെയുള്ളതിനെയും ഈ അടുത്തുള്ളതിനെയും സൂചിപ്പിക്കുന്നു. എ ആണെങ്കിൽ ചോദ്യത്തിനെ ആണ് അർത്ഥമാക്കുന്നത്. വ്യഞ്ജനാക്ഷരങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. സ്വര സഹായത്തോടു കൂടി ഉച്ചരിക്കപ്പെടുന്നവയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ഏതെങ്കിലും സ്വരം ചേരുമ്പോഴാണ് വ്യഞ്ജന അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. ഇനി നമ്മൾ അക്ഷരത്തിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ഭാരതീയ ഭാഷയിൽ ആ എന്ന അക്ഷരം സ്വരം ചേർത്തിട്ട് വ്യഞ്ജനങ്ങളെ അക്ഷരങ്ങൾ ആക്കുന്നു. അപ്പോൾ മ പ്ലസ് ആയാണ് മ, ക് പ്ലസ് ആയാണ് ക. ക മുതൽ മാ വരെയുള്ള വ്യഞ്ജനങ്ങളെ വർഗാക്ഷരം എന്ന് പറയുന്നു. അവ ആദ്യ വ്യഞ്ജനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ക വർഗം, ച വർഗം, ട വർഗം, ത വർഗം, പ വർഗം. അപ്പം അക്ഷരങ്ങൾ എഴുതി നോക്കിയിട്ട് അതിൻ്റെ ഫസ്റ്റുള്ള അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ ഓരോ അക്ഷരത്തെയും വ്യഞ്ജനാക്ഷരങ്ങളെയും നമ്മൾ തിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു കാക്ക ഗംഗ എന്ന് എഴുതിയിട്ട് അതിന് താഴെ വരുന്നത് ഫസ്റ്റ് കാ വർഗ്ഗമായിരിക്കും, പിന്നെ ചായ ആയിരിക്കും, പിന്നെ ടായ ആയിരിക്കും, പിന്നെ താ ആയിരിക്കും, പിന്നെ പാ ആണ്. അങ്ങനെയാണ് വരുന്നത്. ഇനി ഉച്ചാരണത്തിനുള്ള പ്രയത്നത്തെ ആസ്പദമാക്കി വ്യഞ്ജനങ്ങളെ ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. അതിൽ ഉച്ചാരണ സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് വ്യഞ്ജനങ്ങളെ ഖണ്ഡ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം, കണ്ഠ താലവ്യം, കണ്ഠോഷ്ട്യം, വത്സ്യം എന്നിങ്ങനെ വിഭജിക്കാം എന്നാണ് പറയുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ശബ്ദവിഭാഗമാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സും കൂടി കാണണേ.